മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് വിദ്വേഷം പറഞ്ഞ് നടക്കുന്ന കുറഞ്ഞ ആളുകളുള്ളൂ രാജ്യത്ത്. അത് ഹിന്ദുക്കളല്ല, അത് സാധാരണ അത് ശാഖയിൽ പോയിട്ട് വിദ്വേഷം മാത്രം പഠിച്ചു വരുന്ന വെറും RSSൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഈ രാജ്യം പെട്ടെന്ന് RSSും BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഉരുട്ടിയിട്ട് ഉരുളക്കിഴങ്ങ് മറ്റേ ഉണ്ടാക്കണമാതിരി ഉണ്ടാക്കിയ രാജ്യം എന്നാണ് ഇപ്പോഴത്തെ RSSൻ്റെ വിചാരം. പക്ഷേ ഈ രാജ്യം എങ്ങനെ ഉണ്ടായി, ഇതിൻ്റെ ചരിത്രം അവരൊന്ന് പഠിക്കേണ്ടതുണ്ട്. ചരിത്രം പഠിക്കാൻ നിൽക്കണില്ല, കാരണം അവർ ശാഖയിൽ പോയിട്ട് ചരിത്രമല്ല പഠിക്കുന്നത്. പക്ഷെ പ്രധാനമന്ത്രി നാളെയും ഇതിൻ്റെ പ്രധാനമന്ത്രിയായി വരേണ്ട ആളല്ലേ? ഒരു വിഭാഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് പോലും പറയാൻ മടിയുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. ഇന്ത്യയുടെ അവസ്ഥ ഇന്നത്തെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. പല ആളുകളെയും മാറ്റി നിർത്തപ്പെടുകയും പല ആളുകളെയും ഒഴിവാക്കുകയും. ഇത്തരം രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് ദുരന്തമേ സമ്മാനിക്കും. വർഗീയമായി നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും വിചാരിക്കുന്നത് പോലും വളരെ മോശപ്പെട്ടൊരവസ്ഥയാണ്. രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഒക്കെ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ വർഗീയത കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. രാഷ്ട്രപതി പോലും എന്ത് ചെയ്യണം തീരുമാനിക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കാണ്. അത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾ മാന്യമായിരിക്കണം. തിരഞ്ഞെടുപ്പിൻ്റെ കുറഞ്ഞ ദിവസം മുമ്പ് വരെ വർഗീയത മാത്രം വായിൽ നിന്ന് വിഷം ചീറ്റിയ ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ ഈ രാജ്യം ഇതുവരെ നിലനിന്ന് പോകുന്നത് അതിന് പരിക്ക് പറ്റാതെ നിലനിന്നത് കൊണ്ടാണ്, സംരക്ഷിച്ച് പോകുന്നത് കൊണ്ടാണ്. മാറി അവർ BJP സർക്കാർ തന്നെ പോകണം. ജനങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയണ്ട. ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളം. രാജ്യത്തിൻ്റെ പല ഭാഗത്തും അധികാരം കിട്ടിയതിന് ശേഷം BJP വർഗീയത ഉപയോഗിച്ച് മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയാണെങ്കിൽ, അവരിൽ ആശങ്ക കൂടുകയാണെങ്കിൽ, ആശങ്കപ്പെടുന്നവർ പല രീതിയിലും പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൂടായില്ല. അത് കൂടുതൽ അപകടകരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോകും. മറ്റു പല GCC കൺട്രി പോലും പല ടെക്നോളജി ഇങ്ങനെ വളർന്ന് വരുമ്പോൾ നമ്മളിവിടെ ചാണകവും തിന്നുങ്ങാണ്ട് മതവും പറഞ്ഞുങ്ങാണ്ട് രാഷ്ട്രീയവും പറഞ്ഞ് നടക്കുക ഒരു രാജ്യം ഭരണത്തിലേക്ക് കൊണ്ടുപോകാൻ. ഈ രാജ്യം 10 വർഷമായിട്ട് BJPയുടെ ഭരണത്തിൽ നടക്കുക. ഈ 10 വർഷം കഴിഞ്ഞിട്ടും ഒരു പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്ത് കൊണ്ടുവന്ന നേട്ടമോ എല്ലാം കോട്ടമോ ഒന്നും പറയാനില്ല. കാരണം ഒരു വെള്ളത്തിൽ മുങ്ങിയിട്ട് ഇങ്ങേയറ്റം മുങ്ങിയിട്ട് അടുത്തവന് തല താഴ്ത്തുന്ന രൂപത്തിൽ, അതായത് നമ്മളെ ഈ രാജ്യം ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന സ്ഥാനത്ത് ഇന്നിപ്പോൾ ഈ ഒരു ഇലക്ഷൻ്റെ സമയത്ത് പോലും ഒരു മതം പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തിനെ പാതാളത്തിലേക്ക് കൊണ്ടുപോയ മാതിരിയാണ് അവസ്ഥ. കാരണം ഈ രാജ്യം എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ പൊട്ടിമുളച്ചുണ്ടായ രാജ്യമല്ല. ഈ രാജ്യത്ത് പല മതക്കാർ, മുസ്ലിം ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, എല്ലാ മതക്കാരും മതമില്ലാത്തവനൊക്കെ പൊരുതിയിട്ട് രക്തം ചിന്തിയിട്ടും ജീവൻ കൊടുത്തിട്ടും ഉണ്ടാക്കിയെടുത്ത സാധനം, വെറുതെ വായ പൊട്ടിമുളക്കണമായിട്ട് ഉണ്ടാക്കിയ രാജ്യമല്ല അത്. അപ്പോൾ ഇതിനൊരു സത്യമുണ്ട്. അപ്പോൾ ഈ രാജ്യം പെട്ടെന്ന് RSSും BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഉരുട്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കണമാതിരി ഉണ്ടാക്കിയ രാജ്യം എന്നാണ് ഇപ്പോഴത്തെ RSSൻ്റെ വിചാരം. പക്ഷേ ഈ രാജ്യം എങ്ങനെ ഉണ്ടായി, ഇതിൻ്റെ ചരിത്രം അവരൊന്ന് പഠിക്കേണ്ടതുണ്ട്. ചരിത്രം പഠിക്കാൻ നിൽക്കണില്ല, കാരണം അവർ ശാഖയിൽ പോയിട്ട് ചരിത്രമല്ല പഠിക്കുന്നത്. മനുഷ്യനെ വിദ്വേഷത്തിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള വെറും ക്ലാസ്സുകൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ രാജ്യത്തിനെ പുരോഗമനത്തിൽ കൊണ്ടുപോകാൻ പറ്റാത്തത്. ഈ പല രാജ്യങ്ങളും ദുബൈ പോലത്തെ GCC കൺട്രി പോലും പല ടെക്നോളജി ഇങ്ങനെ വളർന്ന് വരുമ്പോൾ നമ്മളിവിടെ ചാണകവും തിന്നുങ്ങാണ്ട് മതവും പറഞ്ഞുങ്ങാണ്ട് രാഷ്ട്രീയവും പറഞ്ഞ് നടക്കുക ഒരു രാജ്യം ഭരണത്തിലേക്ക് കൊണ്ടുപോകാൻ. കാരണം ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഒരു പ്രധാനമന്ത്രി നടക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അമിത്ഷാ നടക്കുക. അത് അവരെ റോളിൻ്റെ അവരെ കഥാപാത്രം തന്നെ അവർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. ഒരു രാജാവ് ഒരു മന്ത്രി ആ രൂപത്തിലേക്കാണ് ഒരു കാഴ്ചപ്പാടുണ്ടാക്കി വരുന്നത്. ഈ രാജ്യം ഒരിക്കലും രാജകുമാരൻ ഭരിക്കുന്നല്ല, ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രധാനമന്ത്രി ആയിരിക്കണം. അതുകൊണ്ട് ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് അവസാനം ശ്വാസം മുട്ടിയെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയിട്ടുണ്ടാവും. കാരണം ആ ഒരു അവസ്ഥയിൽ നമ്മളെ ഇന്ത്യ മുന്നണി മുന്നേറുന്നുള്ളൊരു എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. കാരണം മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് വിദ്വേഷം പറഞ്ഞ് നടക്കുന്ന കുറഞ്ഞ ആളുകളുള്ളൂ രാജ്യത്ത്. അത് ഹിന്ദുക്കളല്ല, അത് ശാഖയിൽ പോയിട്ട് വിദ്വേഷം മാത്രം പഠിച്ചു വരുന്ന വെറും RSSൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ഈ രാജ്യം പെട്ടെന്നൊന്നും അങ്ങോട്ട് ഇല്ലാണ്ടായി പോവില്ല. ഇത് വളർന്ന് പുതിയ രൂപത്തിൽ മതേതരത്വം ജനാധിപത്യവും സൗഹൃദവും എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് ഒരേ ബെഞ്ചിൽ ഇരുന്നിട്ട് പഠിക്കാനും ഉണ്ണാനും ഒക്കെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ നല്ലോണമുണ്ട്. തീർത്തും വിയോജിക്കുന്നു. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ
മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമാണ്. നിരവധി മതങ്ങളും സംസ്കാരങ്ങളുമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ഈ രാജ്യം ഇതുവരെ നിലനിന്ന് പോകുന്നത് അതിന് പരിക്ക് പറ്റാതെ നിലനിന്നതുകൊണ്ടാണ്, സംരക്ഷിച്ച് പോകുന്നതുകൊണ്ടാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ അതിന് കടുത്ത പരിക്കേൽപ്പിക്കുന്ന സമീപനമാണ് ഇപ്പോൾ അധികാരത്തിന് വേണ്ടി പ്രത്യേകിച്ച് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തീർത്തും നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ പ്രയാസങ്ങളുണ്ടാക്കും. രാജ്യത്തിൻ്റെ വികസനത്തിന്, ജനങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്, സൗഹാർദ്ദത്തിന് എല്ലാം വിലങ്ങുതടിയായി മാറും. നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടന പോലും അതിൻ്റെ മൂല്യങ്ങൾ പോലും തകർക്കുന്ന തരത്തിലാണ് കേന്ദ്ര ഭരണാധികാരികൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും ഈ സമീപനം നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഗുണകരമല്ല, ജനങ്ങളുടെ സമാധാനപൂർണ്ണമായ ജീവിതത്തിന് ഗുണകരമല്ല, രാജ്യത്തിൻ്റെ വികസനത്തിനും ഗുണകരമല്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വർഗീയപരമായിട്ടുള്ള കലാപങ്ങൾ അരങ്ങേറിയ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അതേപോലെ ജനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു സ്ഥിതിയിലേക്ക് രാജ്യം മാറും. പൂർണ്ണമായ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടും. ഒരു സംസ്ഥാനത്താണെങ്കിലും ഗുജറാത്തിലുണ്ടായ കലാപം, അതുപോലെയുള്ള കലാപങ്ങൾ രാജ്യത്ത് മൊത്തം എല്ലാ ഭാഗങ്ങളിലും അരങ്ങേറിയാൽ വളരെ പ്രയാസകരമായിട്ടുള്ള സ്ഥിതിയായിരിക്കും. ലോകരാഷ്ട്രങ്ങളിടയിലാണ് അടക്കം നമ്മളെ പ്രതിച്ഛായ നഷ്ടപ്പെടും. മറ്റു രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ജീവിച്ചു പോരുന്നുണ്ട് തൊഴിലും മറ്റുമായിട്ട്. അവിടെയുള്ള ജനങ്ങൾക്ക് അടക്കം പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഇതാരോടും പറയാനില്ല. ഇത് നമ്മുടെ ജനങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. ജനങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളം. രാജ്യത്തിൻ്റെ പല ഭാഗത്തും അധികാരം കിട്ടിയതിന് ശേഷം BJP വർഗീയത ഉപയോഗിച്ച് മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കേരളത്തിൻ്റെ ഒരു സംസ്കാരം, അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം, മതേതരത്വത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ഇതൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ജനങ്ങൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് ഒരു മാറ്റം ഉണ്ടാവും. മതേതരത്വം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു സംസ്കാരം വേണം എന്നുള്ളിടത്ത് ജനങ്ങൾ എത്തിച്ചേരും, ഉറപ്പാണ്. ഇത്തരം രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് ദുരന്തമേ സമ്മാനിക്കും. ഈ പ്രധാനമന്ത്രിയെ രാജ്യത്തിൽ നിന്ന് പുറന്തള്ളണം എന്നുള്ളതാണ് ഒരു പൗരൻ എന്ന നിലക്ക് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സംഭാഷണങ്ങൾ ആ രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക്, മനുഷ്യർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ നാശം സംഭവിക്കും. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ നാശമാണ് സംഭവിക്കുക. ഒരിക്കലും ഇന്ത്യ ഇത്രയും വർഷം ഈ 47 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അതിനു മുമ്പും ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങൾ അതൊക്കെ തന്നെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യരാശിക്കല്ല, ആർക്കോ വേണ്ടിയാണ്, ജന്തുക്കൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലായിടത്തും പ്രധാനമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ മനുഷ്യകുലത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ആർക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ എന്താ പറയുക, ആ പഴയ കാലഘട്ടങ്ങളിലേക്ക്, അതായത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രധാനമന്ത്രി രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഷ നമ്മളെപ്പോഴും കടന്നു പോകാതിരിക്കാൻ ശ്രമിക്കണമല്ലോ, അതല്ല നല്ലത്. അതുകൊണ്ടാണ് പറയണത്. ഇന്ത്യയുടെ അവസ്ഥ എന്താവുമെന്ന് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ മനുഷ്യർക്ക് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവും ഈ രാജ്യത്തെ എങ്ങോട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയും നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അല്ല, ഒരിക്കലുമല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന് തീരെ കളങ്കമാണത്. അത് പേടി കൊണ്ട് തന്നെ, ഭയം. പ്രധാനമന്ത്രിക്ക് ഭയമായി. അധികാരം വിടേണ്ടി വരുമോ എന്നുള്ള ഭയം കൂടുമ്പോഴാണ് അധികാരത്തെ ആഗ്രഹിക്കുന്നവർ അത് പിടിച്ചു നിർത്താൻ, എങ്ങനെയെങ്കിലും നിലനിർത്താനുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. ആ ഭയത്തിൽ നിന്നുമാണ് തങ്ങളുടെ വോട്ട് ബാങ്ക് കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി അത്ര വർഗീയത എന്ന് അങ്ങനെ പറയാമോ എന്നറിയില്ല, അത്തരം പ്രയോഗങ്ങൾ, പലതരത്തിലുള്ള പ്രയോഗങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് കരുതാം. ഒരിക്കലും ഒരു പ്രധാനമന്ത്രി അങ്ങനെ പറയാൻ പാടില്ലാത്തല്ലേ. ഒരു പ്രധാനമന്ത്രി ജനങ്ങളുടെ മൊത്തം പ്രധാനമന്ത്രിയല്ലേ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് പറയാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ.
കാരണം ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ. അത്തരം അഭിപ്രായങ്ങളൊക്കെ അവർ പറയാം. പക്ഷേ പ്രധാനമന്ത്രി നാളെയും ഇതിൻ്റെ പ്രധാനമന്ത്രിയായി വരേണ്ട ആളല്ലേ. ഒരു വിഭാഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് പോലും പറയാൻ മടിയുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. കാരണം പാകിസ്ഥാനിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ വരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഭയം കൊണ്ട് തന്നെയാണ്. തൻ്റെ അധികാരം നഷ്ടപ്പെടുന്നുവോ എന്ന ഭയം പ്രധാനമന്ത്രിക്ക് പിടികൂടിയിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കാം. ദയനീയമാണ്. ഇപ്പോൾ ഇലക്ഷനെ സംബന്ധിച്ചാണെങ്കിൽ, ഇലക്ഷനെ സംബന്ധിച്ചാണെങ്കിൽ രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ പേടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. പേടി വരാൻ കാരണം എന്താണ്? പൊതുവേ വോട്ടിങ്ങിൻ്റെ തരംഗം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഒരു ഫാക്ടർ നിലനിൽക്കുന്നില്ല. മോഡി ഘടകം എന്ന രീതിയിലൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു മറ്റൊരർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞോ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞോ അല്ലല്ലോ, ഒരു മോഡി എന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് വോട്ട് തേടുന്നത്. ആ ഫാക്ടറിന് ഇടിവ് സംഭവിച്ചു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് ആവേശകരമാകുന്നില്ല എന്നതുകൊണ്ട് സംശയിക്കുന്നത്. അത് അദ്ദേഹത്തിന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യുന്ന ആണല്ലോ. ഒരുപാട് നല്ല രീതിയിലുള്ള പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ രണ്ട് ഘട്ടം കഴിഞ്ഞ് പേടി ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ ഉദ്ദേശിച്ചാണെങ്കിൽ, ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയാണെങ്കിൽ, അവരിൽ ആശങ്ക കൂടുകയാണെങ്കിൽ, ആശങ്കപ്പെടുന്നവർ പല രീതിയിലും പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൂടായില്ല. അത് കൂടുതൽ അപകടകരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോകും. മറ്റു പല രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഭയം കൊണ്ട് അവരുടെ നിലനിൽപ്പ് അപകടത്തിലാവുമ്പോഴാണ് അവർ പ്രതിരോധത്തിന് പല മാർഗങ്ങളും സ്വീകരിക്കുന്നത്. അത് ജനാധിപത്യ സമൂഹത്തിൽ അത്തരമൊരു ആശങ്ക ഇല്ലാത്ത രീതിയിൽ ഭരണത്തെ കൊണ്ടുപോവുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഭരിക്കുന്ന ഭരണകൂടം ചെയ്യേണ്ടത്. അപ്പോൾ ആശങ്ക നിലനിൽപ്പ് അപകടത്തിലാണെന്ന് തോന്നുമ്പോൾ അവർ ചിലപ്പോൾ വഴിവിട്ട തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ തുനിഞ്ഞൊന്നും വരാം. കാരണം അത്തരം സാഹചര്യങ്ങളിലേക്ക് പോയിക്കൂടായില്ല ഇത്. കാരണം ഭീഷണി കൂടുതലാകുമ്പോൾ തങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഒരു സംവിധാനം, അല്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസം ഉണ്ടാകുമ്പോഴാണല്ലോ അവർ സമാധാനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക. അതല്ലാതെ വരുമ്പോൾ, ആശങ്ക വരുമ്പോൾ നമ്മൾ ഈ ഭയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയേക്കാം ഒന്നുകൂടി നമുക്ക് കരുതാം. ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നടപടികൾ ശരിയല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്ഥിതി മോശമായ ഒരവസ്ഥയിൽ വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്നതിൻ്റെ ഒരു തെളിവാണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് അദ്ദേഹം തൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമകാര്യങ്ങളിലോ ആണ് കാര്യമായി ശ്രദ്ധ കൊണ്ടേണ്ടത്. പക്ഷെ അത് ഒഴിവാക്കിയിട്ട് ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ പ്രയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ നേരത്തെ മറ്റുള്ളവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ അവസ്ഥ ഇന്നത്തെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. പല ആളുകളെയും മാറ്റി നിർത്തപ്പെടുകയും പല ആളുകളെയും ഒഴിവാക്കുകയും ചെയ്യുന്നൊരു സംവിധാനത്തിലേക്ക് ഇന്ത്യ പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ ഇന്ന് കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നരേന്ദ്രമോദി ആവശ്യമില്ല. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞിട്ടാണ് ഭരണഘടന തന്നെ തുടങ്ങുന്നത്. അപ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്നതിന് വിരുദ്ധമായിട്ട് ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ നിലനിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമാക്കിയാണ്. അതിൻ്റെ ആമുഖം തുടങ്ങുന്നതാണ്. അപ്പോൾ പിന്നീട് പല വിഷയങ്ങളും വരുമ്പോൾ ഈ ആമുഖമാണ് പ്രധാനമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ഭേദഗതി വരുത്തിയാലും ഈ ആമുഖത്തിന് വിരുദ്ധമായിട്ടൊരു ഭേദഗതി പാടില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനാധിപത്യവും മതേതരത്വവും നിലനിന്നാലേ ഇന്ത്യ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിന് വിരുദ്ധമായി വർഗീയത പറയുന്ന ആരായാലും, അതിന് പ്രധാനമന്ത്രി ആയാലും അല്ലെങ്കിലും വർഗീയത പറയുന്നവരോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അതാണ് അത് നമ്മുടെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ രാജ്യത്ത് അത് രാഷ്ട്രപതി പോലും എന്ത് ചെയ്യണം തീരുമാനിക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കാണ്. അത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾ മാന്യമായിരിക്കണം, ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. ഭരണഘടനാ പദവിയാണ്. അങ്ങനെ ഒരാൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അയാൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മളല്ലല്ലോ മനസ്സിലാക്കേണ്ടത്. അത് ജനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തിക്ക് നിന്നിട്ട് പറയാൻ കഴിയില്ല. മൊത്തം ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവേണ്ടതാണ്.
വർഗീയത അത് പൊളിറ്റിക്കലിൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്തേക്കുക വർഗീയത. അതാണ് അതിൻ്റെ ശരി. കാരണം രാഷ്ട്രീയത്തെ മുതലെടുക്കുമ്പോൾ വർഗീയതയിൽ കൂടെ അതിനെ മുന്നേറാൻ പറ്റുള്ളൂ എന്ന് തോന്നലുണ്ടാക്കിക്കൊണ്ട് ആണ് അവർ വർഗീയത സംസാരിക്കുന്നത്. വരുകാലങ്ങളിൽ അത് മാറ്റി ചിന്തിച്ചിട്ട് പ്രത്യേക വിഭാഗത്തിന് ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ സത്യത്തിൽ ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രധാനമന്ത്രിയാണല്ലോ നമുക്ക് ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ചെയ്യണ്ടേ. അതിൽ നിന്ന് കൈവിടരുത് പ്രധാനമന്ത്രി. അല്ല, അവർ കാണണം. നമ്മൾ പെട്ടെന്ന് ഓരോ ഇതായിട്ട് അപ്രോച്ച് ചെയ്ത് പറയാൻ പാടില്ല. വിധി വരാനിരിക്കുന്നു. കാരണം ജനങ്ങൾ തീരുമാനിക്കും വോട്ടെടുപ്പിലാണ് ഇതിനൊക്കെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. അത് വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ കാണാതെ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യലിസ്റ്റ് ചിന്താഗതി നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിലൂടെ സാധിക്കും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു ഫെഡറൽ സമ്പ്രദായത്തിൽ ജീവിക്കുന്ന ജനങ്ങളാണ് നമുക്കുള്ളത്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ ഒരേപോലെ ജീവിക്കുന്ന ആ സമ്പ്രദായം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ. വർഗീയത അതാണ് കാലഘട്ടത്തിൽ മാറുന്നുണ്ട് ഇവിടെ. പ്രത്യേക വിഭാഗങ്ങൾ വർഗീയതയെ കൂട്ടിയിട്ട് പൊളിറ്റിക്കലിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ്. അല്ല, അങ്ങനെ ആവാട്. അതാ ഞാൻ പറഞ്ഞത്, ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഭരണസമ്പ്രദായം ഇവിടെ വരണം. ഫെഡറൽ സമ്പ്രദായങ്ങളും ജനങ്ങൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ ഏകോപിച്ചിട്ട് എന്താ പറയുക, ഗാന്ധിജി വിഭാവനം ചെയ്തതുപോലെ അതാണ്. കാരണം എല്ലാവരും ഒരുമയോടെ കാണാനും ഇന്ത്യ നമ്മുടെ രാജ്യമാണെന്നൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അത് ഇപ്പോൾ ഏകദേശം നമുക്കൊരു അങ്ങനെ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് അങ്ങനെ നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൽ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ചോ ഒന്നും കേൾക്കുന്നില്ല. വെറും വർഗീയ പ്രചരണം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇതിനോട് തീർത്തും നമുക്ക് നല്ലൊരു അഭിപ്രായം പറയാനില്ല. കാരണം നമ്മൾ ഈ രാജ്യത്തെ മുന്നോട്ട് എങ്ങനെ നയിക്കണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറയേണ്ടത്, അല്ലെങ്കിൽ പ്രതിപക്ഷമാണ് ആരാണ് പറയേണ്ടത്. മുന്നോട്ട് നമുക്ക് എങ്ങനെ നയിക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് നന്മയാണ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെയാണ് പറയേണ്ടത്. അല്ല, വർഗീയത പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി ഏത് നേതാവായാലും അദ്ദേഹത്തിന് നമുക്കൊരു വിശ്വാസമല്ല. കാരണം ഇവർക്ക് വേറൊന്നും അറിയില്ല എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അതായത് ഇന്ന് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് വർഗീയത ഇളക്കി വിടുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, വർഗീയത ഒരിക്കലും നല്ലതല്ല. വർഗീയമായി നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും വിചാരിക്കുന്നത് പോലും വളരെ മോശപ്പെട്ടൊരവസ്ഥയാണ്. രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഒക്കെ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ വർഗീയത കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്, ശരിയല്ല. അദ്ദേഹം അത് തിരുത്തുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പറഞ്ഞു കൊടുക്കാനുള്ള ആളുകൾ ചുറ്റുമുണ്ട്. എന്നാലും അയാൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യമായിട്ട് ഇപ്പം അങ്ങനെ പറയുന്ന പല സന്ദർഭത്തിലും കേട്ടു. ആ രീതിയിലുള്ളൊരു പ്രവർത്തനവും സംസാരവും തീർച്ചയായും പ്രധാനമന്ത്രി ഒഴിവാക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന്, മറ്റുള്ളതൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് അത് യോജിച്ചതല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഒരാൾ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കതിന് വാശി പിടിക്കാൻ പറ്റില്ല, പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളത് തിരുത്തല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്ക് അയാളോട് മറുത്തൊന്നും പറയാൻ പറ്റില്ല. അയാളുടെ സ്വഭാവം എന്താണോ അതാണ് അയാൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അത് തീർത്തും തെറ്റാണ് എന്നുള്ളത് അയാൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അയാൾ സ്വഭാവം അല്ലെങ്കിൽ ആ സംസാരത്തിൻ്റെ രീതി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അഭികാമ്യമായിട്ടുള്ള ഒരു വസ്തു. ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ അവസ്ഥ വളരെ മോശമായിരിക്കും. ഇപ്പം തന്നെ വളരെ അബദ്ധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വർഗീയതയും സ്വജനപക്ഷപാതവും ഒന്നും അല്ല വേണ്ടത്. രാജ്യത്തിൻ്റെ പുരോഗതിയും രാജ്യത്തിലെ ജനങ്ങളുടെ പുരോഗതിയും ജനങ്ങളുടെ ഉന്നതിയും ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സർക്കാരും അതിൻ്റെ ഭരണാധികാരികളും ആ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യണമെന്നാണ് പൊതുജനങ്ങളായ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അയാൾ മാറണം എന്നാണ്. എന്നുവെച്ചാൽ ചില അയാളൊരു വർഗീയവാദിയായിട്ട് തോന്നുന്നുണ്ട്. പ്രധാനമന്ത്രി മാറണം. അയാൾ വർഗീയമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയമായിട്ടും ഞാൻ അതിനെ എതിർപ്പുള്ള ആളാണ്. അത് ഇപ്പോൾ ഇത്തവണ ജയിക്കില്ല എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഇന്ത്യ മോശം അവസ്ഥയാണ്, ഇപ്പോഴൊക്കെ മോശമാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ തീരെ ശരിയല്ലാത്തൊരവസ്ഥയിലേക്ക് വരും.
മാറണം. മാറി അവർ BJP സർക്കാർ തന്നെ പോകണം. വർഗീയത പറഞ്ഞത് ശരിയല്ല. അതാരാണേലും വർഗീയത പറയുന്ന പ്രധാനമന്ത്രി നല്ല ആരാലും വർഗീയത പറയാൻ പാടില്ല. വർഗീയത ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. വർഗീയതയിലേക്ക് പോകാൻ ആർക്കും താല്പര്യമില്ല, പ്രത്യേകിച്ച് എനിക്ക് താല്പര്യമില്ല. അതുപോലെ എല്ലാവരും സഹോദരന്മാരെ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ പരിതാപകരമായിരിക്കും. കാരണം ഇപ്പോൾ പ്രധാനമന്ത്രി വർഗീയത പറയുന്നുള്ളത് നേരിട്ട് കേട്ടിട്ടില്ല, പത്രമാധ്യമങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയായ നടപടിയല്ല. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ നമുക്ക് ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എന്താവും സ്ഥിതി എന്നുള്ളത്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ ഇനി ജനങ്ങൾ വിധി ചെയ്തു. ഈ തിരഞ്ഞെടുപ്പിൻ്റെ കുറഞ്ഞ ദിവസം മുമ്പ് വരെ വർഗീയത മാത്രം വായിൽ നിന്ന് വിഷം ചീറ്റിയ ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ നരേന്ദ്രമോദിയാണെന്ന് ഞാനെന്നല്ല, ഈ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും എല്ലാ മതസ്ഥരും പറയുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ കേരളം എന്ന് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ പരസ്പരം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. അത് ന്യൂനപക്ഷങ്ങളായാലും പൊതുവെ ഏത് രീതിയിലുള്ള മനുഷ്യരായാലും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രാജ്യത്തിൻ്റെ ഘടകം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ ഇനി അധികാരത്തിൽ വരരുത് എന്നാണ് ഞങ്ങളൊക്കെ തീരുമാനം. ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി നമുക്ക് ഇന്ത്യക്ക് അപമാനമാണ്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വളരെ തരംതാഴ്ന്ന രീതിയിലുള്ള സംസാരങ്ങളുമായിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തെ തരംതാഴ്ത്തിക്കൊണ്ടുള്ള സംസാരങ്ങളാണ് ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത്. അത് ശരിക്കും അപമാനകരമാണ്. ഇന്ത്യയുടെ അവസ്ഥ പറയാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് നീങ്ങും. ഈ രീതിയിലാണ് എങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ജനങ്ങൾ ഒന്നായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു.